എല്ലാവർക്കും നമസ്കാരം. ബിബ്ലിക്കൽ ക്രിസ്ത്യൻ എന്നുള്ളൊരു സബ്ജക്റ്റിൽ നിന്നാണല്ലോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിലോട്ട് വരുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്ന കാര്യമാണ് പെസഹ പെരുന്നാളിനെക്കുറിച്ച് നമ്മൾക്ക് കാണാം. അതായത് യേശുക്രിസ്തുവിൻ്റെ ലാസ്റ്റ് സപ്പർ, അതായത് അന്ത്യ അത്താഴം എന്നുള്ളൊരു സബ്ജക്റ്റ് നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അവിടെ യേശുക്രിസ്തു എന്താണ് അവിടെ അന്ത്യ അത്താഴത്തിന് അവിടെ പോയി അല്ലേ, അന്ത്യ അത്താഴം ശിഷ്യന്മാരോട് ഒന്നിച്ച് തന്നെ 12 ശിഷ്യന്മാരോടും ഒന്നിച്ച് അന്ത്യ അത്താഴത്തിന് വേണ്ടിയിട്ട് അവിടെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഈ അന്ത്യ അത്താഴം എന്താണ്? യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് മുൻപേ പെസഹ ആചരിക്കുകയാണ് അല്ലേ. യഹൂദന്മാരുടെ ഒരു പെരുന്നാളാണ് പെസഹ തിരുനാൾ. അപ്പോൾ അതവരെ എന്താണ്, അവരെ മിസ്രൈമിൽ നിന്ന് ദൈവം കൊണ്ടുവന്നപ്പോൾ എന്താ പറയുക, അവരുടെ ആ ഒരു അവരവിടുന്ന് തിടുക്കത്തിൽ പെസഹ ആചരിച്ചു എന്നുള്ളതൊക്കെ നമ്മളിതിൻ്റെ മുൻപത്തെ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓർമ്മ അവരിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് മുൻപേ ഉള്ള ആ ഒരു അന്ത്യ അത്താഴത്തിന് വേണ്ടി യേശുക്രിസ്തു അവിടെ മാളികമുറിയിൽ ശിഷ്യന്മാരോട് ഒന്നിച്ച് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ആരുണ്ട്? 12 ശിഷ്യന്മാരും യേശുക്രിസ്തുവുമാണ് അവിടെ ഉള്ളത്. അപ്പോൾ യേശുക്രിസ്തു എന്താണ് ചെയ്തത്? അവിടുന്ന് യേശുക്രിസ്തു എന്ത് ചെയ്തു? അവരുടെ അടുത്ത് അവരുടെ ആദ്യ പെസഹ ഭക്ഷിക്കുന്നതിന് മുൻപേ എന്ത് ചെയ്തു? അവരുടെ പാദം കഴുകുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അല്ലേ. പാദം കഴുകൽ ശുശ്രൂഷ അല്ലേ, ഇന്നും പല സഭകളിലൊക്കെ അത് നടക്കാറുണ്ട്. പക്ഷേ അത് എത്രത്തോളം ആത്മാർത്ഥതയോടെയാണ്, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നാണ് അത് ചെയ്യുന്നതെന്നൊക്കെ ചെയ്യുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. എനിവേ, അതല്ല എൻ്റെ ടോപ്പിക്, അത് അവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പോൾ യേശുക്രിസ്തു എന്താ ചെയ്തത്? യേശുക്രിസ്തു അവിടെ നിന്നും താഴെ ഇറങ്ങി ശിഷ്യന്മാരുടെ കാലൊക്കെ കഴുകിയല്ലേ, കാലൊക്കെ കഴുകിയിട്ട് അവരോട് ചോദിച്ചപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ശിഷ്യന്മാർക്ക് എന്നിട്ട് യേശുക്രിസ്തു പറഞ്ഞു കൊടുക്കുകയാണ്, ഗുരു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? എല്ലാവരുടെയും ദാസനായിരിക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ദാസന്മാരായിരിക്കുന്നവരോടും പറഞ്ഞിട്ടുണ്ട്, എന്താണ്? നിങ്ങൾ ഗുരുവിനേക്കാൾ വലിയവരാകാൻ നോക്കണ്ട, ഗുരുവിനെ പോലെ ആയാൽ മതി. അല്ലാതെ ഗുരുവിന് മേലെ ഇരിക്കാൻ നോക്കണ്ട, ഗുരുവിനെ പോലെ ആയാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ഗുരുവായിരിക്കുന്നവരെന്തായിരിക്കണം? മറ്റുള്ളവരുടെ ദാസരായിരിക്കണം എന്ന് വെച്ചാൽ ഒരു ദാസത്വത്തിൻ്റെ മനോഭാവം ഉണ്ടായിരിക്കണമെന്നാണ് യേശുക്രിസ്തു അവർക്ക് ഉപദേശിച്ചു കൊടുത്തത്. ഓക്കെ, പിന്നെ അതിനകത്ത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും, യേശുക്രിസ്തു വന്നിട്ട് വളരെ ഹൃദയവേദനയോടെ പറയുന്നുണ്ട്, 12 പേരെ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ കൊണ്ട് നടന്നതല്ലേ. അതിനകത്ത് ഒരുത്തൻ ആരാണ്? ഒരുത്തൻ പിശാചാണ്. പിശാചെന്ന് വെച്ചാൽ നമ്മുടെ യൂദാസ് കറിയാത്തതിനെ കുറിച്ചാണ് പറഞ്ഞ. പുള്ളി എന്താണ്? യേശുക്രിസ്തുവിന് ഒറ്റി കൊടുക്കാനിരിക്കും അല്ലേ. നമ്മൾക്കറിയാം 30 വെള്ളിക്കാശിന് യേശുക്രിസ്തുവിന് ഒറ്റി കൊടുത്തവനാണ് ആരും? യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ ഈ യൂദാസ് എന്ന് പറയുന്നതല്ലേ. അപ്പോൾ നമ്മൾ ഓർക്കും, ഇത്രയും വർഷം 3.5 വർഷക്കാലം യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്നിട്ടും യേശുക്രിസ്തുവിനെ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു. യേശുക്രിസ്തുവിനെ അറിഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാം, അതിനകത്ത് ഈ യൂദാസ് നടന്നതുപോലെ തന്നെയാണ് ഉള്ള ഓരോരുത്തരും അല്ലേ, ബാക്കി 11 പേരും ഈ യൂദാസിനെ പോലെ തന്നെയായിരുന്നു, അല്ലെങ്കിൽ യൂദാസ് ഇവരെ പോലെ തന്നെയായിരുന്നു. യൂദാസിനെ യേശുക്രിസ്തു ഒന്നിനകത്ത് മാറ്റി നിർത്തിയിട്ടില്ല അല്ലേ, എല്ലാ കാര്യങ്ങളും ഉപദേശിച്ചുമൊക്കെ കൊടുത്തു. പക്ഷേ ഇവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മളുടെ വചനത്തിലൊരു കാര്യമുണ്ട് കേട്ടോ, നന്മയും തിന്മയും നിൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഓക്കെ, അപ്പോൾ ചോയ്സ് ആരുടേതാണ്? ചോയ്സ് നമ്മുടേതാണ്. ബാക്കി 11 നല്ലത് തിരഞ്ഞെടുത്തപ്പോൾ യൂദാ മാത്രം എന്ത് തിരഞ്ഞെടുത്തു? മോശം തിരഞ്ഞെടുത്തു. അതുകൊണ്ട് അവൻ്റെ അവസാനം അന്ത്യം എന്തായി എന്ന് നമ്മൾ ഇതിനു മുൻപേയൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അവൻ എന്തായി? അവൻ തൂങ്ങിച്ചാകുവാനിടയായി അല്ലേ. ആ 30 വെള്ളിക്കാശിന് യേശുക്രിസ്തുവിനെ ഒറ്റി കൊടുത്തിട്ട് ഇവൻ അവസാനം പോയി തൂങ്ങിച്ചാകുവാനിടയായി തീർന്നു. ആ 30 വെള്ളിക്കാശും അവന് ഉപകരിച്ചില്ല, അവൻ്റെ ജീവനും അവന് ഉപകരിച്ചില്ല എന്നുള്ളത് നമ്മൾക്കതിനകത്ത് കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ യേശുക്രിസ്തു ഇങ്ങനെ ആ കാര്യം ശിഷ്യന്മാരുടെ അടുത്ത് പറയുകയാണ്, എന്നെ ഒറ്റി കൊടുക്കുന്നവനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവർ ചോദിച്ചു ആരാന്ന്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മാറിൽ ചാരി, ഞാനിതിന് മുൻപത്തെ എപ്പിസോഡിൽ പറഞ്ഞു, ആര് കിടപ്പുണ്ടായിരുന്നു? നമ്മുടെ യോഹന്നാൻ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ പത്രോസ് യോഹന്നാനോട് പറഞ്ഞത് ആരാന്ന് ചോദിക്കാൻ പറഞ്ഞു. എന്നിട്ട് യോഹന്നാൻ ചോദിച്ചു, കർത്താവെ, നിന്നെ ഒറ്റി കൊടുക്കുന്നവൻ ആരാ എന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ ഈ അപ്പക്കഷ്ണം മുക്കി ആർക്കാണോ ആദ്യം കൊടുക്കുന്നത് അവനാന്ന് പറഞ്ഞു. അപ്പോൾ യൂദായിക്കാണ് കൊടുത്തത്. പക്ഷേ ഇവർക്ക് ആർക്കും എന്തായില്ല, അവർക്കത് മനസ്സിലായില്ല. പകരം അവർ വിചാരിച്ച് യൂദാസിൻ്റെ കയ്യിലാണ് എന്തുള്ളത്? പണസഞ്ചി ഉള്ളത്. അതുകൊണ്ട് ഇവൻ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയതാണ് എന്ന് ഇവർ ധരിച്ചു. അങ്ങനെ യൂദാസിനെ അവർ ആ സമയത്ത് അവർ സംശയിച്ചില്ല. അത് കഴിഞ്ഞിട്ടാണ് അവർക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയത്. കുറേ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം കഴിഞ്ഞ് ഉയർപ്പ് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് എന്തായത്? ഈ ഒരു കാര്യമൊക്കെ മനസ്സിലായത് എന്നുള്ളതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഓക്കെ, ഇനി നമ്മൾക്ക് ഇതിനകത്തുനിന്ന് നമ്മൾക്ക് കാണുന്ന കാര്യം എന്താണ്? ഈ യേശുക്രിസ്തു നമ്മൾക്ക് ഈ 3.5 വർഷം ഈ ലോകത്തിൽ വന്ന ഒരു ക്രിസ്ത്യാനിയുടെ മനോഭാവം എന്തായിരിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മൾക്ക് ഇതിനോട് മനസ്സിലാക്കി തന്നിരിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയുടെ മനോഭാവം എന്തായിരിക്കണം? ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ആരാണ്? ക്രിസ്തുവിൻ്റെ അനുയായി അല്ലേ. അപ്പോൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരുടെ മനോഭാവം എന്തായിരിക്കണം? ഒരു താഴ്മയുള്ള മനോഭാവമായിരിക്കണം നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. അത് ആർക്ക് തൊട്ടുണ്ടായിരിക്കണം? ഏറ്റവും മുകളിൽ, അതായത് ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവരെ തൊട്ട് ഏറ്റവും താഴെയുള്ള വ്യക്തികളിൽ വരെ എന്തുണ്ടായിരിക്കണം? ഒരു താഴ്മയുടെ മനോഭാവം ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ,
എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് നമ്മൾക്കറിയാം, ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ കാണുവാനിടയായിത്തീരുന്നു. ഒരു ചർച്ചിൽ കിടന്നിട്ട് ഒരു 80 വയസ്സുള്ള ഒരു അച്ഛനാണ്. ആ അച്ഛനെ അവിടെ ആൾക്കാരങ്ങനെ മൈക്കൊക്കെ എടുത്തുകൊണ്ട് പോയി അച്ഛനെ അവിടുന്ന് അവർ ഇങ്ങനെ ഇറക്കി വിടുന്നതൊക്കെ അതിനകത്ത് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അതിനകത്തൊരു ചെറിയ അച്ഛനുണ്ട്. അപ്പോൾ ഈ ചെറിയ അച്ഛൻ ഇങ്ങനെ ഇതിന് സപ്പോർട്ട് ചെയ്തതെന്ന്, ഈ വലിയ അച്ഛന് വിരോധമായിട്ട് സപ്പോർട്ട് ചെയ്തതെന്നൊക്കെ അവിടുന്ന് കളിക്കുന്നതൊക്കെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അതിൻ്റെ ഭാഗത്ത് ആരുടെ ഭാഗത്താണ് തെറ്റെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്തായാലും ആ വലിയ അച്ഛനെ കോടതി അവിടെ കുർബാന ചൊല്ലുന്നത് മുടക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം എന്താ പറയുക, ഒരു ഇവിടെയായിരുന്നു എന്ന്, എന്താ പറയുക, ഇവർക്കൊരു റിട്ടയർമെൻറ്റ് കാലയളവുണ്ടല്ലോ. ഇപ്പോൾ ഈ പുള്ളിക്ക് ഏതാണ്ട് 80 വയസ്സെങ്ങാണ്ട് ഈ അച്ഛനായി. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് കാലയളവിൽ റിട്ടയർമെൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് താമസിക്കാൻ കൊണ്ടേയാക്കി. പക്ഷേ പുള്ളി അവിടെ ഇരിക്കാതെ ഇവിടെ വന്നിട്ട് പുള്ളി എന്താണ് കുർബാന ചെല്ലുവാൻ ഇവിടെ അതിക്രമിച്ച് കയറി എന്നൊക്കെയാണ് അതിൻ്റെ 2 സൈഡിലുള്ള സംസാരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ഓക്കെ, എനിവേ എന്താണെങ്കിലും ഇതിനകത്തു നിന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാകുന്നത് എന്താണ്, യേശുക്രിസ്തുവിൻ്റെ മനോഭാവം ആർക്കുമില്ല. എന്ന് വെച്ചാൽ റിട്ടയർമെൻ്റ് ആയ ആൾ റിട്ടയർ ആയി പോയി ഇരിക്കേണ്ടതിന് പകരം പുള്ളിക്ക് പിന്നെയും എന്താണ് ആ അധികാര കസേരയോടുള്ള മോഹം കൊണ്ട് പുള്ളി വീണ്ടും അവിടെ വന്നിരിക്കുവാനിടയായി തീർന്നു. അപ്പോൾ ഈ കൊച്ചച്ഛനാണെങ്കിലും പുള്ളിക്കും എന്താണ് ഒരു യേശുക്രിസ്തുവിൻ്റെ മനോഭാവം പുള്ളിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ അവിടുന്ന് പിടിച്ചിറക്കുവാൻ ആൾക്കാർക്ക് സപ്പോർട്ട് കൊടുക്കത്തുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ആ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ എന്താ പറയുക ഇതാക്കാമായിരുന്നു. പിന്നെ ചിലർ പറഞ്ഞാലും കേൾക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അവസ്ഥയൊക്കെ പരിതാപകരമാണ്. അപ്പം ചിലർ പറഞ്ഞാലും കേൾക്കുകയില്ല, ധാർഷ്ട്യം കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ പരിപാടി അല്ലാതെ വേറെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല എന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കൊന്നും പറയുവാൻ പറ്റത്തില്ല. ഓക്കെ, അതൊന്നുമല്ല എൻ്റെ ടോപ്പിക്ക്. ഓക്കെ, നമ്മളുടെ ടോപ്പിക്ക് എന്താണ്, യേശുക്രിസ്തുവിൻ്റെ മനോഭാവം അല്ലെ, താഴ്മയുടെ മനോഭാവം. ഇന്ന് ആത്മീയ നേതൃത്വത്തിലിരിക്കുന്ന അച്ഛന്മാരാകട്ടെ, ബിഷപ്പുമാരാകട്ടെ, ബ്രദർമാരാകട്ടെ, പാസ്റ്റർമാരാകട്ടെ, ആരുടെയും വിചാരം എന്താണ്, വളരെ അപൂർവമായിട്ടുള്ളവർ ഒരു ദാസ്യത്തിൻ്റെ മനോഭാവം എടുത്തിട്ടുള്ളൂ അല്ലേ. ബാക്കിയുള്ളവരൊക്കെ എന്താണ്, ഞങ്ങൾ വലിയ VIP കളാണെന്നുള്ളൊരു VIP ട്രീറ്റ്മെൻറ്റിലാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾക്കറിയാം, ഇവർ സഞ്ചരിക്കുന്ന വലിയ വാഹനങ്ങളൊക്കെ അല്ലേ, ഇവർ സ്വന്തം അധ്വാനിച്ച് വാങ്ങാതെ സഭയുടെ പൈസ എടുത്ത് വാങ്ങുന്നവരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. സ്വന്തം പൈസ കൊണ്ട് അല്ലെങ്കിൽ സ്വന്തം മക്കളുടെ ആ ഒരു പൈസ കൊണ്ടൊക്കെ മേടിക്കുന്നവർ, അത് അവരുടെ അധ്വാനമാണ്. അതിനകത്ത് നമ്മൾക്കൊന്നും പറയുവാനില്ല. ഓക്കെ, എന്നാൽ നമ്മൾക്കറിയാം ഈ ചില ബിഷപ്പുമാർ, ചില വലിയ മെത്രാന്മാർ, ഇങ്ങനെയുള്ളവരൊക്കെ എന്താണ് ഈ വലിയ വലിയ ആർഭാടങ്ങളിൽ ജീവിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. പക്ഷേ ഇവിടെയൊക്കെ യേശുക്രിസ്തു എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഇവരുടെയൊക്കെ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്താണ്, ഇവർ വലിയ ധാർഷ്ട്യത്തോടെ സംസാരിക്കുന്ന കുറേ പേരെ കാണുവാനായിട്ട് കഴിയും. എന്നാൽ കുറേ പേര് എപ്പോഴും ഒരു ദാസ്യത്വത്തിൻ്റെ മനോഭാവമുള്ളവരാണ്, ഒരു അനുകമ്പയുള്ളവരാണ്. എന്നാൽ ഇന്ന് അനുകമ്പയും ദയയും ഒക്കെ എല്ലാവരിൽ നിന്ന് മാറിപ്പോയിരിക്കുകയാണ്. അത് ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവരെ തൊട്ട് വിശ്വാസികളുടെ ഇടയിൽ പോലും എന്തില്ല, ഇന്നൊരു കരുണയും ഒരു അനുകമ്പയും ആർക്കും ആരോടുമില്ല അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദാസ്യത്വത്തിൻ്റെ മനോഭാവമൊന്നുമില്ല. എല്ലാവരുടെയും ഉള്ളിലും ഞാൻ വലിയ ആളാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും സഭകളിലാകട്ടെ എവിടെയാണെങ്കിലും എന്താണ്, ഞാൻ വലിയ ആൾ എന്നുള്ളൊരു മനോഭാവത്തിലാണ് ഇന്ന് ആൾക്കാർ പോകുന്നത് അല്ലേ. അങ്ങനെ ഒരു മനോഭാവത്തിലാണ് ഇന്ന് ആൾക്കാരുടെ, ഒരു വിശ്വാസികളുടെയും ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവരുമൊക്കെ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ യേശുക്രിസ്തു എന്താണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്, നിൻ്റെ മനോഭാവം എന്തായിരിക്കണം, ഒരു ക്രിസ്തുവിൻ്റെ അനുയായിയുടെ മനോഭാവം എന്തായിരിക്കണം, ഒരു ദാസ്യത്വത്തിൻ്റെ മനോഭാവമായിരിക്കണം. എന്ന് വെച്ചാൽ മറ്റുള്ളവരോട് ഒരു അനുകമ്പയും കരുണയും ഒക്കെ ഉണ്ടായിരിക്കണം. അവരോട് നമ്മൾക്ക് അനുകമ്പയും ദയയും ഒക്കെ വന്നു കഴിയുമ്പോഴല്ലേ നമ്മളൊന്നും മറ്റുള്ളവരെ കഴിഞ്ഞും ശ്രേഷ്ഠരല്ല എന്നുള്ള ഒരു മനോഭാവം നമ്മൾക്ക് വരുന്നതല്ലേ. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് എങ്ങനെയാണ്, നമ്മൾ വലിയ ആൾക്കാരുടെ കാല് ഇങ്ങനെ തിരുമ്മി നടക്കും അല്ലേ. വലിയ ആൾക്കാരുടെ കാല് കഴുകാനാണ് നമ്മൾക്ക് താല്പര്യം. എന്നാൽ നമ്മളെ കഴിഞ്ഞ് താഴെയുള്ളവരുടെ കാല് കഴുകുന്നതൊക്കെ ഇത് ആക്ഷരികമായ സഭകളിലൊക്കെ നടക്കുന്ന കാര്യം തന്നെയാണ്. ഈ കാല് കഴുകാനിരിക്കുമ്പോൾ ആരും എന്താണ് അവനവൻ്റെ ലെവലിലുള്ളവരെ ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കൊച്ചമ്മമാരെ എടുത്താൽ കൊച്ചമ്മമാർ അവർക്ക് ചേരുന്നൊരു കൊച്ചമ്മേനെയായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ ഈ കൊച്ചപ്പനാണെങ്കിൽ കൊച്ചപ്പനെ ചേരുന്ന ആളെയായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയൊക്കെ പെന്തക്കോസ്ത സഭകളിൽ അങ്ങനെയാണ്. എന്നാൽ നമ്മുടെ ഇതിനകത്തോ പള്ളിയിലെ അച്ഛന്മാരാണെങ്കിൽ അച്ഛൻ തന്നെയാണ് കാല് കഴുകുന്നത്. പക്ഷേ ഈ അച്ഛൻ തിരഞ്ഞെടുത്ത് ഇരുത്തുന്നത് ആരെയായിരിക്കും, ഈ പള്ളിയിലെ ശ്രേഷ്ഠരായ ആൾക്കാരെയായിരിക്കും അവിടെ തിരഞ്ഞെടുത്ത് ഇരുത്തുന്നത്. ഓക്കെ, എന്നിട്ട് അവരുടെ കാല് കഴുകുന്നതൊക്കെ അങ്ങനെ ഒത്തിരി കാട്ടിക്കൂട്ടലുകൾ ബൈബിൾ വെച്ചിട്ട് ഇന്ന് ആൾക്കാർ ഇന്ന് ആത്മീയ ഗോളത്തിൽ നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇവർ കാണിച്ചു തരുന്ന പാതകളൊന്നുമല്ല. യേശുക്രിസ്തു എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമ്മളിൽ എന്തുണ്ടായിരിക്കണം, ഒരു ദാസ്യത്വത്തിൻ്റെ മനോഭാവം ഉണ്ടായിരിക്കണം. അതായത് മറ്റുള്ളവരോട് അനുകമ്പയും മറ്റുള്ളവരോട് കരുണയും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്നാൽ മാത്രമേ നമ്മളൊരു ക്രിസ്ത്യാനി ആകത്തുള്ളൂ എന്നുള്ളതാണ്
അതിനകത്ത് യേശുക്രിസ്തു നമ്മൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത് അതിനകത്ത് നമ്മൾക്കറിയാം, ഈ ശിഷ്യന്മാർക്ക് യേശുക്രിസ്തു പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ലല്ലേ എന്ന് വെച്ചാൽ ഈ യൂദായാണ് ഒറ്റിക്കൊടുക്കുന്നവൻ എന്നുള്ളത് യേശുക്രിസ്തു വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടും ഇവർക്ക് എന്താണ് അത് മനസ്സിലാകുന്നില്ല എന്ന് വെച്ചാൽ ഒരു ആത്മീയ ജ്ഞാനം ഇവർക്കില്ല, ഒരു വിവേകത്തിൻ്റെ ആത്മാവ് ഇവർക്കില്ല. ഓക്കെ, നമ്മളുടെ ജീവിതത്തിലും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. എന്താണ് ഒരു ആത്മീയ പരിജ്ഞാനം നമ്മൾക്കൊക്കെ ഇല്ല അല്ലേ എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മളോട് ദൈവം ഇടപെടുന്ന വചനം അത് എന്താണെന്ന് നമ്മൾക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ല, അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന വചനഭാഗം അത് നമ്മൾക്ക് മനസ്സിലായെന്ന് വരത്തില്ല അല്ലേ. അങ്ങനെയുള്ള അല്ലെങ്കിൽ ദൈവം നമ്മൾക്ക് ദർശനത്തിലൂടെ നമ്മളോട് ഇടപെടും, സ്വപ്നത്തിലൂടെ നമ്മളോട് ഇടപെടും, അല്ലെങ്കിൽ ചില പ്രവാചകന്മാരിലൂടെ നമ്മളോട് സംസാരിക്കും. ഇതൊന്നും ചിലപ്പോൾ നമ്മൾക്ക് മനസ്സിലായില്ല എന്ന് വരും. ഓക്കെ, അങ്ങനെ മനസ്സിലാകാതിരിക്കുമ്പോൾ അതിനൊക്കെ അർത്ഥമില്ലാതാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമേ, അങ്ങയുടെ വിവേചനത്തിൻ്റെ ആത്മാവിനെ, അങ്ങയുടെ വിവേകത്തിൻ്റെ ആത്മാവിനെ, അങ്ങയുടെ ആത്മീയ ജ്ഞാനം കർത്താവേ അവിടുന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോഴാണ് ദൈവം നമ്മളുടെ ഉൾക്കണ്ണുകളെ തുറക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ഈ വചനത്തിലൂടെ ദൈവം നമ്മളോട് ഇന്ന് സംസാരിച്ചത് എന്താണ്? എന്തായിരിക്കണം? ഒരു ക്രിസ്തുവിൻ്റെ അനുയായിക്ക് എന്തുണ്ടായിരിക്കണം? ഒരു ദാസ്യത്തിൻ്റെ മനോഭാവം ഉണ്ടായിരിക്കണം. നമ്മളിന്ന് വലിയ ആൾക്കാരൊക്കെ ആയിട്ട് നടക്കുമല്ലേ, നമ്മൾ വിചാരിക്കും നമ്മളെ ദൈവം ഒത്തിരി അനുഗ്രഹിച്ചു, അതുകൊണ്ട് നമ്മൾ ഒത്തിരി ലെവലിലാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഇതൊക്കെ പോകാൻ ഒരൊറ്റ സെക്കൻഡ് മതി എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. എപ്പോഴും നമ്മൾ എന്തുണ്ടായിരിക്കണം? ഇന്ന് നമ്മൾ ഒത്തിരി ഉയരത്തിലായിരിക്കുന്നെങ്കിൽ നാളെ വലിയൊരു താഴ്ച നമ്മൾക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ താഴ്മയുള്ളൊരു മനോഭാവത്തോടെ നമ്മൾ ജീവിക്കുവാൻ തയ്യാറാകണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഓഫീസുകളിലൊക്കെ ആണെങ്കിലല്ലേ ചിലപ്പോൾ നമ്മൾക്ക് തോന്നുമോ നമ്മളുടെ ബോസിന് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു മാനേജിങ് ഡയറക്ടർക്ക് എന്തില്ല, അല്ലെങ്കിൽ നമ്മളുടെ തലപ്പത്തിരിക്കുന്ന ആൾക്ക് വലിയ വിവരമില്ല, ഇയാളെ കഴിഞ്ഞ് വിവരം നമ്മൾ കാണല്ലോ എന്നൊക്കെ നമ്മൾക്ക് തോന്നും. പക്ഷേ നമ്മളുടെ വിവേകം അവിടെ നമ്മൾ എന്തിനുപയോഗിക്കണം? നമ്മളുടെ ഒരു പരിജ്ഞാനം അല്ലെങ്കിൽ ജ്ഞാനം നമ്മൾ എന്തിനുപയോഗിക്കണം? നമ്മളായിരിക്കുന്ന ആ ഒരു ഓഫീസിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ അവരുടെ മുകളിൽ കയറാനല്ല, എന്നാൽ ജ്ഞാനം നമ്മൾ ഉപയോഗിക്കുകയും വേണം. എന്നാൽ അവരെ വലിച്ച് താഴെ ഇടുവാനോ അല്ലെങ്കിൽ അവരുടെ അവരുടെ ആ ഒരു അവരെ അങ്ങ് താഴ്ത്തിക്കെട്ടുവാനോ ഒന്നുമല്ല നമ്മൾ നിൽക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഓഫീസുകളിലായാലും നമ്മൾ എന്ത് ചെയ്യണം? ഒരു താഴ്മയുടെ മനോഭാവം നമ്മൾക്കുണ്ടായിരിക്കണം. ചിലപ്പോൾ നമ്മൾ വലിയ ഹയർ പൊസിഷനിലായിരിക്കും ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓർക്കുക, ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന നമ്മൾ വിചാരിച്ചാൽ മാത്രം അവിടെ ഒന്നും നടക്കത്തില്ല. ഓഫീസ് നിശ്ചലമാകത്തുള്ളൂ. അവിടെ നമ്മൾക്ക് എന്ത് വേണം? പിയൂണ് തൊട്ട് പൊക്കത്തിലോട്ടുള്ള അല്ലെങ്കിൽ ഓഫീസ് ബോയ് തൊട്ട് പൊക്കത്തിലോട്ടുള്ള ഓരോ ആൾക്കാരെയും നമ്മൾക്ക് ആവശ്യമാണല്ലേ. അവരെല്ലാവരും ഉണ്ടെങ്കിൽ ഒരു ഓഫീസിൻ്റെ പ്രവർത്തനം മുമ്പോട്ട് പോകത്തുള്ളൂ, നല്ല രീതിയിൽ മുൻപോട്ട് പോകുവാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എവിടെയായിരിക്കണം? ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലാണെങ്കിലും, വീട്ടിലാണെങ്കിലും, നമ്മൾ ഓഫീസുകളിലാണെങ്കിലും, സഭയിലാണെങ്കിലും, എവിടെയാണെങ്കിലും നമ്മളുടെ മനോഭാവം എന്തായിരിക്കണം? ഒരു ദാസ്യത്വത്തിൻ്റെ മനോഭാവം നമ്മൾക്കുണ്ടായിരിക്കണം. ഇന്നും അതൊന്നുമില്ലാതെ നമ്മൾ വലിയ വലിയ ആൾക്കാരായിട്ട് വലിയ വലിയ പൊസിഷനുകളെ നമ്മൾ ഉന്നം വെക്കുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നതെന്ന് അറിയാമോ? അവിടെയൊക്കെ നമ്മൾക്കൊരു വിലയില്ലാതാകുന്നത്, നമ്മളൊന്നും അവിടെയൊന്നും എത്തപ്പെടാതെ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പൊസിഷനിൽ ഇന്ന് കയറിയിരിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മൾക്കൊരു വില തരണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? നമ്മൾക്കൊരു ദാസ്യത്വത്തിൻ്റെ മനോഭാവം നമ്മൾക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആരും നമ്മൾക്കൊരു വില പോലും തരത്തില്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തത് എന്താണ്? നമ്മൾക്ക് വിവേചനം വേണം അല്ലേ, വിവേകം വേണം. എന്താണ് പറയുന്നത് എന്താണെന്നുള്ളത് ഗ്രഹിക്കുവാനുള്ളൊരു വിവേകം നമ്മൾക്കുണ്ടായിരിക്കണം. ആ വിവേകമൊക്കെ നമ്മൾക്ക് തരുന്നത് ആരാണ്? ദൈവമാണല്ലേ. അപ്പോൾ നമ്മൾക്ക് അതൊക്കെ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് കാണാം. ആർക്കെങ്കിലും ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ അവർ നമ്മളോട് ദൈവത്തിനോട് ചോദിക്കട്ടെ, ദൈവം അവർക്ക് ജ്ഞാനം കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് ജ്ഞാനമില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് ചോദിച്ചാൽ ഇതൊക്കെ നമ്മൾക്ക് ദൈവം തരുവാൻ ശക്തനാണെന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കുക. അതുകൊണ്ട് ദൈവത്തോട്, ദൈവമേ അങ്ങയുടെ ജ്ഞാനാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, അങ്ങയുടെ വിവേകത്തിൻ്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, അങ്ങയുടെ വിവേചനത്തിൻ്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്നും നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ അത് ദൈവം നമ്മൾക്ക് തരുമെന്നാണ് ഇന്നത്തെ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.